എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ ടു ടോക്കിൻ്റെ 38ാമത്തെ എപ്പിസോഡാണ് നോക്കുന്നത്. എന്തായിട്ട് നല്ലൊരു ഉപകാരപ്പെടുന്ന അറിവുമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡേ ടു ടോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് മാസ്റ്റർബേഷനും അതുപോലെ തന്നെ പ്രീമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം, പെട്ടെന്ന് തന്നെ പോകുന്നു സാറേ എന്നുള്ള കംപ്ലൈൻറ്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമച്വർ ഇജാക്കുലേഷൻ ആണ്. മാസ്റ്റർബേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചില വീഡിയോസുകളൊക്കെ മുമ്പേ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവ് തന്നെയായിരിക്കും, ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണെന്നുള്ളതാണ്. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാവുന്നതായിരിക്കും. അപ്പം മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിധിൻ സ്ക്വാഡ് എന്ന ID ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ഈ ശീഘ്രസ്ഖലനം? പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്താണ്, അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാവുന്നതാണ്. സോ ശീഘ്രസ്ഖലനം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു സെമൻ പുറത്തേക്ക് പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ടു ഒരു 10 മിനിറ്റാണ്. അത് സാധാരണഗതിയിൽ ഒരു 2 മിനിറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്, 2 ടു ഒരു 10 തന്നെയാണ്. അതിൽ കൂടുതൽ സമയം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ സ്റ്റിമുലേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എത്ര പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആവുന്നു, ആ സ്റ്റിമുലേഷൻ വരുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അനുസരിച്ച് വർക്ക് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സിങ് സംഭവിക്കും, ആ ഒരു സെമൻ പുറത്തേക്ക് പോകും. സോ സ്റ്റിമുലേഷൻ എത്രമാത്രം ഫാസ്റ്ററാണ്, എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ നല്ല രീതിക്ക് സ്റ്റിമുലേഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സെമൻ ഔട്ടായി പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ സാധാരണഗതിയിലെ സംഭവം. അപ്പോൾ ഈ ഒരു ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് 1 മിനിറ്റോ ഇല്ലെങ്കിൽ 1.5 മിനിറ്റ് മാത്രം ടൈം കിട്ടുന്ന വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു സെമൻ ഔട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ശീഘ്രസ്ഖലനം എന്നുള്ളത്. ഇതൊരു കാര്യമായിട്ടുള്ള പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് പലരുടെയും കേസിൽ വരുന്നുണ്ട്. പ്രശ്നമാവുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പറ്റാത്തൊരവസ്ഥയിലോട്ട് പലപ്പോഴും ചെന്നെത്തുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇൻ്റർകോഴ്സിലോട്ട് പോകുമായിരിക്കും. ഇൻ്റർകോഴ്സ് ചെയ്തിട്ട് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവം പോവുകയും ചെയ്യും. സോ ആ ഭാര്യയെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു മിഷൻ പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ പുരുഷൻ എന്തോ കാണിച്ചു പോകാനുള്ള ഒരു മിഷൻ പോലെ ആയിരിക്കും പെർട്ടിക്കുലർ പെണ്ണിന് ഫീൽ ചെയ്യുക. അവൾക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥയും വരും. ചിലപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൊരാൾ അതിലേക്ക് നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലും വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒരു ചാൻസ് ആണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു കാരണമായിട്ട് പലപ്പോഴും വരാറുണ്ട്. അതുമാത്രമാണ് റിലേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, സെക്സ് മാത്രമൊന്നുമല്ല. ഒരു ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ സ്നേഹം, ഒരുപാടധികം കാര്യങ്ങളുടെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ, ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥയിലോട്ട് പലപ്പോഴും ഈ ഒരു ശീഘ്രസ്ഖലനം കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലം പോലെ തന്നെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടാവും. മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്ററായിട്ട് ചെയ്യുന്നൊരു സ്വഭാവം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിനെ അങ്ങനെ ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഫാസ്റ്ററായിട്ട് ചെയ്യുന്നു, ഫാസ്റ്റർ സ്റ്റിമുലേഷൻ, പെട്ടെന്ന് തന്നെ സംഭവം പുറത്തേക്ക് പോകുന്നു. ഈ ഒരു ടെൻഡൻസി പലർക്കും ഉണ്ട്. അപ്പോൾ അതിൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് തന്നെ പോവുക, നമ്മളിങ്ങനെ ശീലിച്ചെടുക്കുക എന്നുള്ളത്. സോ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ തീർച്ചയായിട്ടും സൊല്യൂഷൻസും ഉണ്ട്. ഇനി മറ്റു പല റീസൺസുകൾ വേറെയും ഉണ്ട്. ഇപ്പം ഇനി ഒരുപാട് ഫിയറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരു ലേഡിയെ സമീപിക്കുകയാണെന്ന് കരുതാം. മാരേജിന് ശേഷം ഭാര്യയെ സമീപിക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോവുകയാണ്, എനിത്തിങ് എന്തോ ആവട്ടെ, നമ്മൾ ഒരുപാട് ആങ്സൈറ്റിയോടുകൂടി സമീപിക്കുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര ജിജ്ഞാസയോടുകൂടി സമീപിക്കുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ, ആ ഒരു ഭയമൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു തവണ പോകുമ്പോൾ നമ്മളാകെ ആകുലപ്പെട്ടു. കാര്യം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുള്ള ആകുലത നമ്മുടെ തലയിൽ കയറി. അടുത്ത തവണ എങ്ങനെയെങ്കിലും ശരിയാവണം എന്നുള്ള ആകുലത കുറച്ചും കൂടി അടുത്ത തവണ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. പിന്നീട് ഒരു വല്ലാത്തൊരു ഒരു സങ്കടം, നമ്മൾ എക്സാം എഴുതുന്നു, പാസ്സാവുന്നില്ല എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു സങ്കടം നമ്മളെ സംബന്ധിച്ചുണ്ടാവും. നമ്മുടെ ആ ഒരു പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട് സെയിം, അവർക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ജസ്റ്റ് മിഷൻ പോലെ മാത്രം വർക്ക് ചെയ്യുന്നു. അയാളുടെ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു മിഷൻ പോലെ മാത്രം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെയും ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. ആ ഒരു ഫിയർ എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഫിയർ കൊണ്ടും ഇത്തരത്തിൽ ഒരു പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അക്വേർഡ് ആയിട്ടുള്ള വരുന്ന സീനുകളുണ്ട്. അക്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആദ്യ സമയങ്ങളിൽ ഉണ്ടായില്ല, പിന്നീട് പക്ഷേ ഈ ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ. അതിന് ഒരുപാടധികം റീസൺസ് ഉണ്ട്, മെഡിക്കൽ ആയിട്ടുള്ള റീസൺസ്. ഇപ്പം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളായിരിക്കാം,
സോ ആ ഒരു ഹോർമോണൽ കാര്യങ്ങളൊക്കെ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഇൻഫെക്ഷൻസ് ആവാം, ഇല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് പ്രഷറൊക്കെ കൂടി വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. നമ്മളെ പ്രായം കൂടുന്നതനുസരിച്ച് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഡയബറ്റിക്സ്, നമ്മളെ പ്രമേഹം കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലവർക്കും ഈ ഒരു ശീഘ്രസ്ഖലനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് മെഡിക്കൽ തിങ്സുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, ശരീരത്തിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ട് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കാറുണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺസ് ആണുള്ളത്. അപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, നമ്മുടെ ശാരീരികപരമായിട്ടുള്ള റീസൺസ് ഉണ്ട്. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡായിട്ട് ചെയ്തിട്ട് ശീലിക്കുന്നു, നമ്മുടെ മനസ്സിനെ അങ്ങനെ ലേൺ ചെയ്ത് വയ്ക്കുന്നു. സോ ഇതിനുള്ള സൊല്യൂഷൻ നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിലൂടെ തന്നെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള മെത്തേഡ്സുകളും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ഇനി ടാബ്ലറ്റ്സുകൾ ഉണ്ടോ എന്നുള്ളത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. ചില ടാബ്ലറ്റുകൾ ഉണ്ട്, നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ അതും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടും. ഹോമിയോപ്പതിയിലും അലോപ്പതിയിലൊക്കെ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇനി സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില ഫിസിക്കലായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡാണ്. നമ്മളിങ്ങനെ മാസ്റ്റുബേറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സെക്സ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്റ്റിമുലേഷൻ സംഭവിക്കുന്നു, ആ സെമൻ പുറത്തേക്ക് പോകും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കഴിയുമ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു സ്റ്റിമുലേഷൻ കുറയും, ആ ഒരു ഇറക്ഷൻ കുറയാൻ തുടങ്ങും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്ക്യൂസ് മെത്തേഡാണ്. സ്ക്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഇതേ സെയിം പരിപാടി തന്നെയാണ്. ആ ഒരു സംഭവം പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം സ്ക്യൂസ് ചെയ്യുക. എവിടെയാണ് സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെനിസിൻ്റെ ടിപ്പിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അല്ലാണ്ട് അവിടെ ഒരുപാട് പെയിൻ ഉണ്ടാക്കുകയൊന്നും അല്ല വേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, സ്വാഭാവികമായിട്ട് ആ ഒരു ഇറക്ഷൻ കുറയും, ആ ഒരു സ്റ്റിമുലേഷൻ കുറയും. ഇങ്ങനെ നമ്മൾ പലതവണ നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ജസ്റ്റ് കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ പതിയെ നമുക്ക് അതിൻ്റെ മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ശരീരത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് ചെയ്യണമെന്ന് ആവശ്യകതയൊന്നുമില്ല. എനിവേ ഫസ്റ്റ് സെക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് ആകുലത ഉണ്ടാവും. നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് എന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻ കുത്തി നിറച്ച് നമുക്കുള്ളിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആകുലതയും ഒരുപാട് ജിജ്ഞാസയും കൊണ്ട് സമീപിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമാധാനത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുക, ആങ്സൈറ്റി കാര്യങ്ങൾ ഒഴിവാക്കുക. ഇനി സപ്പോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത തവണ ആങ്സൈറ്റിയൊക്കെ മാറ്റി നിർത്തുക. ഇങ്ങനെയുള്ള പതിയെ ഒരു കൺട്രോൾ കൊണ്ടുവരിക. കാരണം പാർട്ട്ണറുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുറേ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. അങ്ങനെ പതിയെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ശീഘ്രസ്ഖലനം എത്ര സമയത്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആ ഒരു പാർട്ട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ കേസിൽ, ആൺകുട്ടികളുടെ കേസിൽ ആ ഒരു സെമൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഓർഗാസം അല്ലെങ്കിൽ രതിപൂർച്ച ലഭിക്കുന്നുണ്ട്. കാരണം ഒരു അൾട്ടിമേറ്റ് പ്ലഷർ എന്ന് പറയുന്ന സംഭവം ഒരു നെടുവീർപ്പിടൽ, ഓക്കെ, ആ ഒരു വല്ലാത്തൊരു പ്ലഷർ, ഓക്കെ, എനിവേ അത്രമാത്രം. അത് ലേഡിക്ക് കിട്ടണമെങ്കിൽ ആ ഒരു പ്രോപ്പർ ഫോർ പ്ലേ കൂടി ട്രൈ ചെയ്യാം. ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ ആ കിസ്സിങ് അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻ്റർകോഴ്സിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തിട്ട് അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഫോർ പ്ലേയിലൂടെ തന്നെ ലേഡിയെ സംബന്ധിച്ച് ഓർഗാസം കിട്ടും. ലേഡീസിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ ഓർഗാസും അടുത്തടുത്ത സമയങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ഫോർ പ്ലേ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം ചെയ്യണമെന്നില്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പെർട്ടിക്കുലർ ബോയിയെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ നമുക്ക് ഈ ഒരു പ്രീമച്വർ ഇജാക്കുലേഷൻ നമ്മുടേതായ രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് ഡയബറ്റിക്സ് ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതെങ്കിൽ ആ രീതിയിൽ അത് ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതൊന്നും അല്ല, ചിലർക്ക് ഈ ഒരു ടൈം കിട്ടാത്തപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാടധികം മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിലേ കോണ്ടംസ് ഉണ്ട്, ഡിലേ സ്പ്രേകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങളല്ല. അപ്പം എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും, സ്വാഭാവികമാണ്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. കാരണം ഡിലേ സ്പ്രേനെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ചിലർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ഈ ഒരു പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല, ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. കാരണം അത് ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് തിങ്ക് ചെയ്യുമ്പോൾ പലരെയും സംബന്ധിച്ച് അത് ഡിപ്രഷൻ ഉണ്ടാക്കാറുണ്ട്, അത് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. സോ ഇത്
നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പതിയെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇൻഫർമേഷൻ എടുക്കുക. ഇല്ലെങ്കിൽ പോൺ വീഡിയോസ് കണ്ടിട്ട് അവർ ഒരുപാട് സമയം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരിങ്ങനെ ഡിലേ സ്പ്രേയും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു പ്രോപ്പർ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാണ്ട് നോർമൽ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഒരു 2 മിനിറ്റ് ടു 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഇജക്ട് ചെയ്ത് പോകും. അപ്പോൾ ചിലത് ചിലപ്പോൾ 5 മിനിറ്റ് കിട്ടുന്നുണ്ട്, അതുപോലും ഒരു പ്രിമേച്ചർ ഇജാക്കുലേഷൻ ആണ് എന്ന് ചിന്തിച്ചിട്ടില്ല അകലപ്പെടുന്നവരുണ്ടാവും. സോ നമ്മൾ പറഞ്ഞ മെത്തേഡ്സുകൾ ഫോളോ ചെയ്യാം, ചെറിയ രീതിയിൽ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കാൻ. ഇനി അല്ല മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ആ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് എടുക്കുക, ടാബ്ലറ്റ്സ് എടുക്കുക, സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. പെൽവിക് മസിൽസുകളെ കൂടുതൽ ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കുക. അതിലൂടെയും ഈ ഒരു പ്രിമേച്ചർ ഇജാക്കുലേഷന് കുറച്ച് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. കീഗൽ എക്സസൈസും അതുപോലെ ഡിലേ സ്പ്രേയും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നേരിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിതിൻ സ്ക്വാഡ് എന്നാണ് ID. അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. തുടർന്ന് നമ്മുടെ വീഡിയോസുകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുന്ന പ്രതീക്ഷയോട് നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.